ക്യാമറയോ DLP-യോ പിന്നെ 15 വർഷം കഴിഞ്ഞോ ഇതൊന്നും ഇവിടെ. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ടെസ്റ്റ് നടത്താൻ റൈഫിൾ അസോസിയേഷൻ നിങ്ങളോട് സാറിനിപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും. ആർക്കും നടത്തുവാണ് പുതിയ രീതിയിലുള്ള ടെസ്റ്റ് അല്ലേ നടത്തുള്ളൂ. അത് അങ്ങനെ നടത്താൻ എനിക്ക് നിർവാഹമുള്ളൂ. കുട്ടികൾ വലിയതായിട്ടില്ല. ഇത് നിങ്ങൾ റെഡിയാണോ? പഴയത് എനിക്ക് നടത്താൻ എനിക്ക് നിർവാഹമില്ല. പുതിയ ഇപ്പം നടത്താൻ ഇവിടെ നടത്തും ഈ രീതിയിലുള്ള ടെസ്റ്റ് എടുക്കാൻ കുട്ടികൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ 60 ദിവസം മുമ്പ് ഡേറ്റ് ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട്. 60 ദിവസം പുതിയ രീതിയിൽ നടക്കാൻ വേണ്ടി ഫെബ്രുവരി മാസം 21-ാം തീയതി ഈ സർക്കുലർ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു അടിസ്ഥാന സൗകര്യം ഇതുവരെ ഒരു ഗ്രൗണ്ടിൽ ഇടയാകില്ല. ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതും ഇതൊക്കെ പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ അല്ലെങ്കിൽ അവര് വാടകയ്ക്ക് എടുത്ത സ്ഥലത്താണ് നമ്മൾ ഇത് നടത്തുന്നത്. അപ്പൊ അവരായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സർക്കാർ വേറൊരു കാര്യം പിന്നെ വേറൊരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് തരാത്തത്തോളം കാലം ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ദിവസം ടെസ്റ്റിന് ഡേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതുവരെ നിലവിൽ ഈ സമയം വരെ വേറൊന്നും വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. നാളെ ലേണിംഗെല്ലാം കഴിയുന്ന ദിവസമുണ്ട്. അത് ആൾക്കാർക്ക് ഉണ്ട്. അപ്പം മറ്റന്നാൾ വെച്ചാൽ അതിന് 1000 രൂപ വേറെ അടക്കണ്ടേ? ഇതൊക്കെ ഇവർ ഉണ്ടാക്കുന്ന പൈസ ഒന്ന് 2 പ്രാവശ്യം മൂന്നാമത് നിങ്ങളെ ഒരു പ്രശ്നം കൊണ്ടാണ് എന്താന്ന് വിചാരിക്കുന്നത്. ഇത്ര പൈസ എന്നോട് പറഞ്ഞാൽ ഇപ്പൊ സാറ് നമ്മളുടെ സർക്കാരിന് വേറെ എന്തെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണർ അതെ. പക്ഷെ അല്ലാത്ത തരത്തിൽ പിന്നെ ഈ സർക്കുലർ കംപ്ലൈ ചെയ്തുകൊണ്ട് അല്ലാത്തൊരു ടെസ്റ്റ് നടത്താൻ വേറൊരു ഡയറക്ഷൻ വരാത്തടത്തോളം സമയം എനിക്ക് പറ്റൂല. അപ്പോൾ അത് തീർച്ചയാണ്. അപ്പം ഈ കാര്യം നമുക്ക് അടുത്ത ദിവസം ഒരു വേറെ എന്താണോ ക്ലാരിഫിക്കേഷൻ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നിലവിൽ ചെയ്യാനുള്ളൂ. അല്ല അതിന് അന്നേരം ഈ പിന്നെ ഇപ്പോൾ ഈ ലേണിങ്ങിൻ്റെ എക്സ്പയർ ആകുന്നുണ്ടല്ലോ, അത് നമ്മൾ പിന്നെ അതിനൊരു ഫൈനൽ അടക്കണ്ടേ? അതെ, അത് കൊടുക്കണ്ടല്ലോ. ഇതെല്ലാം ആവശ്യമുള്ള പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ടോ? അത് മറികടക്കാൻ കേരളത്തിൽ പറ്റില്ല. നമ്മൾ വീട്ടിൽ കൂടെ നിശ്ചയിക്കാൻ ആദ്യം തറ കെട്ടി വീടുണ്ടാകും. ഇത് ഒന്നും കെട്ടാതെ വീട്ടിൽ കൂടെ നിശ്ചയിക്കും. ഇറങ്ങി പുറത്ത് ഓക്കെ. അതെ, ഓക്കെ. എന്നാൽ ശരി സാർ. നിലവിൽ പിന്നെ ഇന്നിപ്പോൾ ഏതായാലും എല്ലാവരും കൊടുക്കും സംഗതി. ഇപ്പം നിലവിൽ ഇന്നിപ്പം വേറെ നിർവാഹമില്ല സാർ. പുതിയൊരു പ്രകാരം അല്ലാതെ നടത്താൻ യാതൊരു നിർവാഹമില്ല എന്ന് തന്നെ RTO പറഞ്ഞു. ഡേറ്റിൻ്റെ കാര്യം അറിയിക്കാം. അല്ല, ഈ ലേണിങ്ങിന് കാലാവധി കഴിയുന്നത് നിങ്ങൾ ബുക്ക് തന്നെ വേണ്ടി വരും. അതിലൊന്നും പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. പുതിയത് അപ്പൊ ഇനി 6 മാസത്തേക്ക് കാലാവധി ഉണ്ടല്ലോ. അതും തീരാതായി നടന്നു. അതും തീരായോ? നിങ്ങളോട് അങ്ങോട്ട് എങ്ങനെ വാങ്ങാൻ നോക്കുക? കടയിൽ നിന്ന് ഒരു വീഡിയോ എടുത്താലോ?